കോഴിക്കോട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. മലയാളിയെക്കുറിച്ച് സാധാരണ നമ്മൾ പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അരിയാഹാരം കഴിക്കുന്നവർ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ വിലനിരക്കിൽ അത് എങ്ങനെ സാധിക്കും? കീശ മുഴുവൻ കാലിയാക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അരിയാഹാരം കഴിക്കണമെങ്കിൽ എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റിയാസ് കെ.എം.ആർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അരിയാഹാരം കഴിക്കാത്ത മലയാളികൾ അപൂർവമാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ അരി എങ്ങനെയും പലവ്യഞ്ജനങ്ങളും വാങ്ങി ഒന്ന് വയറ് നിറച്ച് ഉണ്ണാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എല്ലും മുറിയെ പണിയെടുത്താൽ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം നേരത്തെ ഒരു ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസം മുഴുവൻ പണിയെടുത്ത് ആ കാശ് കൊണ്ട് പോയാലും കടമേടിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുപോലെ ഈ വിലക്കയറ്റം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അരിയാഹാരം കഴിക്കാൻ കീശ മുഴുവൻ കാലിയാക്കേണ്ട അവസ്ഥയിലേക്ക് മലയാളികൾ എത്തിയിരിക്കുന്നു. ആ റിപ്പോർട്ട് കാണാം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താനാവാത്ത ഘടകങ്ങളാണ് അരിയും പലവ്യഞ്ജനങ്ങളും. എന്നാൽ ഇന്ന് സാധാരണക്കാർക്ക് അത് അപ്രാപ്യമായി തുടങ്ങിയിരിക്കുന്നു വിലക്കയറ്റം മൂലം. ഇതിൻ്റെ കാരണങ്ങൾ തേടിപ്പോവുകയാണ് നമ്മൾ. പൊതുവിപണിയിൽ ഇപ്പോൾ ബ്രാൻഡഡ് അരികൾക്ക് മോഹവില എന്ന ഗതികേടാണ്. കുത്തക കമ്പനികൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അരി വാങ്ങിക്കഴിക്കേണ്ടുന്ന അവസ്ഥയിലാണ് മലയാളിയുള്ളത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്ന അരിവിഹിതത്തിൽ കുറവ് വരുത്തിയത് റേഷനരിയുടെ ലഭ്യതയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അതോടെ വിപണിയിൽ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് തോന്നിയ പോലെ വില കൂട്ടി മലയാളിയുടെ തലക്കടിക്കുകയാണ് കുത്തക കമ്പനികൾ. ഈ പൂഴ്ത്തിവെപ്പ് തടയാൻ ഭരിക്കുന്ന സർക്കാരുകൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് രോഷത്തോടെ പൊതുജനത്തിന് പറയേണ്ടി വരുന്ന സ്ഥിതിയുമുണ്ട്. സാധനത്തിനാരാ വില കൂടില്ലായിരുന്നു. പച്ചേരി ഡേസ് പച്ചേരി ഇന്നിപ്പോൾ 29-30 റുപ്യ ഡേസ്, 18 റുപ്യൻ്റെ പച്ചേരി ഇന്ന് 30 റുപ്യ. നൂർജാൻ അരി 30 റുപ്യൻ്റെ നൂർജാനി ഇന്നെന്താ വില? 35-36 റുപ്യ. കുറുവക്ക് എന്താ വില? SSM കല്യാണത്തിൻ്റെ കുറുവക്ക് 45-50 റുപ്യ. ആദ്യം 37-38 റുപ്യയുടെ സാധനം. ഇന്ന് കുറുവാരിക്ക് എന്താ വില? ആരുടെ സാധനത്തിന് വില കൂടില്ലായിരുന്നത്? ചെറുവാരിന് 130-140 റുപ്യ, 110-105 റുപ്യ ചെറുവാരിന് 130-140 റുപ്യ. അനാദിക്കേതാ വില കുറവുള്ള കൂടില്ലായിരുന്നു. എല്ലാ സാധനത്തിനും വില കൂടുതൽ. ഇപ്പം എന്താ അങ്ങനെ സ്ഥിതി നോക്കി? എന്തിനാ വില? ഇപ്പോൾ ഓയിലിന് കുറച്ച് വില കുറവ്, ബാക്കി എല്ലാ സാധനം ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് വില കുറവുണ്ട്. അത് കൊപ്പരക്കൊന്നും വില കിട്ടാത്തതുകൊണ്ട് പലവ്യഞ്ജനങ്ങളുടെ വില നിലവാരവും ഇതിനേക്കാൾ രൂക്ഷമാണ്. അടുത്തിടെ ചെറിയ ജീരകത്തിനാണ് വലിയ വില വ്യത്യാസമുണ്ടായത്. 2 മാസം മുൻപ് വെറും 250 രൂപയുണ്ടായിരുന്ന ചെറിയ ജീരകത്തിന് ഇപ്പോൾ വില 650 കുതിച്ചുയർന്നു. 230 രൂപയുണ്ടായിരുന്ന മുളകിന് 270 രൂപയായി വർദ്ധിച്ചു. 60 രൂപയുണ്ടായിരുന്ന ചെറിയ ഉള്ളിക്ക് 90 രൂപയായി വില കുതിച്ചു കയറി. 100 രൂപയുണ്ടായിരുന്ന പരിപ്പിന്റെ വില ഇപ്പോൾ 130 120 രൂപയുണ്ടായിരുന്ന വെളുത്തുള്ളിക്ക് ഇപ്പോൾ വില 130 വിലക്കയറ്റത്തെക്കുറിച്ച് കോഴിക്കോട് വലിയങ്ങാടിയിലെ വ്യാപാരികൾ പറയുന്നത് കേൾക്കാം. വില കാര്യമായിട്ട് കയറിയിട്ടുണ്ട്. കാര്യമായിട്ട് ചില സാധനങ്ങൾക്കൊക്കെ നല്ല കൂടുതലായിട്ട് വില കയറിയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യമായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസണൊന്നും പറയാനില്ല. അത് കയറുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് ചില ഇറങ്ങുന്നുണ്ട്. കാര്യമായിട്ട് റീസണൊന്നും ഇതിനും പറയാനില്ല. ധാന്യങ്ങൾക്കുണ്ടായ ക്ഷാമമാണ് ഇപ്പോഴത്തെ വിലവർദ്ധനവിന് കാരണമെന്ന് ചില വ്യാപാരികൾ പറയുന്നു. കുറേ ഇപ്പോൾ 2 മാസമായിട്ട് വില ഇത് തന്നെയാണ്. വലിങ്ങനെ കയറ്റമൊന്നുമില്ല, സാധനം കുറവാണ്, വേറെ ഒന്നുമല്ല. മുളകിന് വില വർദ്ധിക്കാൻ കാരണമായി ചെറുകിട വ്യാപാരികൾ വിരൽ ചൂണ്ടുന്നത് മുളക് കൂട്ടത്തോടെ വാങ്ങി ശേഖരിച്ചു വെച്ച് പൊടിച്ചു വിൽക്കുന്ന മുളക് പൊടി കമ്പനികളിലേക്കാണ്. അരിവില വർധനവിന്റെ കാരണവും സമാനമാണ്. തമിഴ്നാട്ടിൽ മഴ ശക്തമായത് കാരണമാണ് ഉള്ളിവില വർദ്ധിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇത്തരം കാരണങ്ങളെല്ലാം നിരത്തുമ്പോഴും അശാസ്ത്രീയമായ നികുതി നിർണയവും കുത്തക കമ്പനികൾ ധാന്യങ്ങൾ പൂഴ്ത്തിവെക്കുന്നത് തടയാനുള്ള സംവിധാനങ്ങളില്ലാത്തതും വില നിർണയ സംവിധാനത്തിന്റെ അപര്യാപ്തതയുമാണ് മലയാളിയുടെ കീശകീറുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന് ചോദിക്കും പോലെ വിലക്കയറ്റത്തിന് ആര് നിയന്ത്രണമുണ്ടാക്കുമെന്ന് ചോദിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ ഓരോ മലയാളിയുമുള്ളത്. അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും കൃത്രിമക്ഷാമം തടയാൻ സർക്കാരുകൾ തയ്യാറായാൽ ഒരുപക്ഷെ വില നിയന്ത്രിക്കാൻ സാധിച്ചേക്കും. അത് ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ഏറെയാണ്. ഒപ്പം നികുതി ശാസ്ത്രീയമാകട്ടെ. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ.എം.ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.